ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. റാംഷാ CP നമുക്കൊപ്പം ചേരുന്നുണ്ട്. റാംഷാ, ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ എത്തുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ റാംഷാ? വിജിത്, സലീം കുമാറിൻ്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, പ്രേക്ഷകർ എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം സലീം കുമാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഒരുപക്ഷെ സലീം കുമാറിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളായിരിക്കാം, സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം. അത്തരത്തിൽ ഉള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തുകയാണ്. ഈ മരണവാർത്തയെ അറിഞ്ഞ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സലീം കുമാറിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആശുപത്രിക്കകത്ത് സലീം കുമാറിൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സലീം കുമാറിൻ്റെ മരണവാർത്ത മലയാളക്കര ഏറെ വേദനയോടുകൂടിയാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് കേട്ടത്. സലീം കുമാറിനെ സംബന്ധിച്ച് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് എന്നത് മാത്രമല്ല, സലീം കുമാർ കൃത്യമായി നിലപാടുകൾ പറയാൻ പറ്റുന്ന ഒരാളാണ്. ആ നിലപാടുകൾ പറയുമ്പോഴും തൻ്റെ നിലപാടുകൾ കർക്കശ സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുറിവേൽക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു വെറുപ്പ് തോന്നാത്ത വിധം അത് അവതരിപ്പിക്കാനുള്ള കഴിവ് സലീം കുമാറിനുണ്ട് എന്നത് നമ്മൾ പലതവണ കണ്ടതാണ്. കാരണം കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് സലീം കുമാർ. കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആൾ തന്നെയാണ് സലീം കുമാർ. അങ്ങനെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുമ്പോഴും കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉള്ള വേളകളിൽ ഉൾപ്പെടെ ഈ പ്രചരണവുമായി പോകുമ്പോഴും സലീം കുമാർ പറഞ്ഞ വിമർശനങ്ങൾ കേട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കാർക്കും വലിയ വിഷമം തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, സലീം കുമാറിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിലെ നടനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നത്. അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാസ്യരൂപേണ തൻ്റെ വിമർശനങ്ങൾ നിശിതമായി തന്നെ അവതരിപ്പിക്കുമ്പോഴും മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് വേദന തോന്നാതെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ്, അത് ഹാസ്യ നടൻ എന്നതിനപ്പുറം മലയാളിക്കേറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി കൂടി സലീം കുമാറിനെ വളർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി ഓടിയ ചില റീലുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വരുന്നുണ്ടാകും. തൻ്റെ വീട് 2 നില വീടാണ്. തൻ്റെ വീടിന് മുന്നിൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് മുന്നിൽ ആദ്യമായി ഒരു 2 നില വീട് കെട്ടിയത് താനാണ്. അങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ അമ്പലത്തിന് അമ്പലത്തിന് മുകളിലായി ഒരു വീട് നിർമ്മിക്കരുത് എന്ന് പലരും പറഞ്ഞതാണ്. പക്ഷേ അവർ തന്നെ 2018 പ്രളയകാലത്ത് ഈ 19ഓളം ആളുകൾ തൻ്റെ വീടിൻ്റെ 2ാം നിലയിൽ കഴിഞ്ഞു എന്ന് സലീം കുമാർ പറയുമ്പോൾ അതാർക്കും ഒരു വിഷമവും തോന്നിപ്പിക്കുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അത്തരത്തിൽ ചില കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങൾ നടത്തുമ്പോഴും സലീം കുമാറിനോട് ആർക്കും ഒരു വിരോധവും തോന്നുന്നില്ല. അത്തരത്തിൽ ഒരു വിരോധനം തോന്നുന്ന നിലയിൽ സലീം കുമാർ ഈ വിഷയങ്ങളെ, സങ്കീർണമായ വിഷയങ്ങളെ പോലും അവതരിപ്പിക്കാറില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. സലീം കുമാർ മലയാളിയെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ട ഒരു ഹാസ്യ നടനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം അവതരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങൾ അതിപ്പോൾ ഒരു തിരശീലയിൽ എന്ന പോലെ മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയുന്നുണ്ടാകണം. കാരണം അത്രയേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു കല്യാണരാമനിലെയും അതുപോലെ CID മൂസയിലെയും തെങ്കാശിപ്പട്ടണത്തിലെയും ഈ പറക്കും തളികയിലെയും മീശമാധവനിലെയും മായാവിയിലെയും ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ മലയാളിയെ സംബന്ധിച്ച് അത്രയേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. പുലിവാൽ കല്യാണത്തിലെ മണവാളൻ ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഫോണിൽ ഉൾപ്പെടെ ഇമോജികളായും സ്റ്റിക്കറുകളായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം. മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച കോമഡി കഥാപാത്രങ്ങളിലൊന്ന്. അങ്ങനെ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു സലീം കുമാർ മാത്രമേ ഉള്ളൂ എന്നതാണ്. കാരണം സലീം കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ചേഷ്ടകളെ, അതിൻ്റെ ഒരു അവതരണ രീതിയെ മറ്റാർക്കും പകർത്താൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് സലീം കുമാർ അവതരിപ്പിച്ചത്. വളരെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ വളരെ സറ്റയറായി ഡയലോഗുകൾ ഡെലിവർ പറയാൻ പറ്റുന്ന മറ്റൊരു നടൻ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രമത്തെ പോലുള്ള രസകരമായ കഥാപാത്രങ്ങൾ, ഒരു കോമിക് കഥാപാത്രമെന്ന് പോലും തോന്നിപ്പിക്കാവുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങൾ, CID മൂസയിലെ കഥാപാത്രങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കഥാപാത്രം. പക്ഷേ മലയാളിയെ അത്ര കണ്ട് കുടുകുട
ചിരിപ്പിച്ചൊരു കഥാപാത്രവും വേറെ ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമാണ്. മായാവിയിലെ കണ്ണൻ സ്രങ്കിനെ പോലെ, ആശാൻ എന്ന് വിളിക്കുന്ന കണ്ണൻ സ്രങ്കിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കാൻ ഒരേ ഒരു സലീം കുമാർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ മലയാളി ഇനിയും മലയാളിയുടെ സ്വീകരണ മുറികളിലേക്ക് എത്തുമ്പോൾ സലീം കുമാർ എന്ന നടനെ മലയാളി ഒരിക്കലും മറക്കില്ല. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന്. എത്രയോ കഥാപാത്രങ്ങൾ സലീം കുമാർ നമുക്ക് സമ്മാനിച്ച മനോഹരമായ ചിരിയോർമ്മകൾ ഈ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. സീരിയസ് വേഷങ്ങളായാൽ അതും, അദാമിൻ്റെ മകൻ അബുവും, അച്ഛനുറങ്ങാത്ത വീടും, അതുപോലെ തെങ്കാശിപ്പട്ടണവും, പറക്കും തലകയും, CID മൂസയും, മായാവിയും, അതിലെ പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. സമാനതകളില്ലാത്ത ഒരു ചിരിയുടെ വലിയ വിസ്മയം തീർത്ത ഒരു കലാകാരനാണ് വിട പറഞ്ഞു പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ചില ഭാവപ്രകടനങ്ങളുമൊക്കെ ഒരിക്കലും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. പ്രേക്ഷകരുടെ മനഃശാസ്ത്രം ഇത്രയോളം അറിഞ്ഞ ഒരു കലാകാരൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന് സഹായകമായത് ഉറപ്പായും അദ്ദേഹം ആദ്യകാലങ്ങളിലുള്ള മിമിക്രി വേദികളും മിമിക്രിയുടെ സ്റ്റേജുകളും അതിലുള്ള പരിചയവും തഴക്കവും ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങളെ ബാക്കിയാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സലീം കുമാർ യാത്രയാവുകയാണ്. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു ബന്ധവും സ്നേഹവും സലീം കുമാറിനോട് മലയാളിക്കുണ്ട്. അത് കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുമൊക്കെ വലിയ സ്നേഹവും സൗഹൃദവും ഒക്കെ എല്ലാവരോടും സൂചിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിട പറഞ്ഞു പോകുന്നത്. സജോ, റിജിത്ത്, മലയാളത്തിന്റെ മഹാനഷ്ടം എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന വല്ലാത്തൊരു വിടവാങ്ങലിന് ഭൂമി മലയാളം സാക്ഷിയാകുന്നു എന്നതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യം. സലീം കുമാറിനെ പോലൊരു അതുല്യനായ കലാകാരൻ മലയാളത്തിന് എന്ത് ബാക്കിയാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ ഭാഷയ്ക്ക്, മലയാള സിനിമയ്ക്ക് ഒക്കെ വല്ലാത്ത സംഭാവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നത് നിസ്തർക്കമാണ്. അതായത് സലീം കുമാർ കഥാപാത്രങ്ങൾ സിനിമയിൽ പറഞ്ഞ നിരവധി ഡയലോഗുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത, മലയാള ഭാഷ ഉപയോഗിക്കുന്ന മറ്റ് ആളുകൾ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്രയെത്ര അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവൻ പകർന്ന അതുല്യമായ എത്ര കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ പറഞ്ഞ എത്ര ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെതായ ടോണിൽ, അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ എത്ര തവണ നമ്മൾ പറഞ്ഞു എന്നതാണ് പറയേണ്ടത്. അതായത് അതുല്യമായ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളിലും സലീം കുമാർ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു അതുല്യനായ കലാകാരൻ മലയാളത്തിന് ചെയ്ത സംഭാവന എന്നത് പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ തമാശ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രങ്ങൾ, ഗൗരവമുള്ള റോളുകൾ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നിൽക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളോടൊപ്പം സ്ക്രീനിൽ നിന്ന്, തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി എല്ലാ മലയാളികളുടെയും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം ജീവിതത്തിൽ ബാക്കിയാക്കുന്ന കാര്യം. അത് മലയാളം ഉള്ളിടത്തോളം, ഈ ഭാഷയുള്ളിടത്തോളം, ഭൂമി മലയാളം ഉള്ളിടത്തോളം നമ്മളെയൊക്കെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നത് തർക്കമില്ല. അത്രമേൽ മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും, നമ്മൾ ജീവിതത്തിൽ തമാശകളായിക്കോട്ടെ, ഹാസ്യമായിക്കോട്ടെ, വളരെ ഗൗരവമുള്ള കാര്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ സലീം കുമാർ കഥാപാത്രങ്ങൾ വന്ന് ഇടപെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഘട്ടങ്ങളിൽ അതിനെ വിവരിക്കാൻ, അതിനെ പറയാൻ, നമ്മുടെ ആശയങ്ങളെ പങ്കുവെക്കാൻ സലീം കുമാർ കഥാപാത്രങ്ങളിലെ ഡയലോഗുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്രമേൽ നമ്മളുടെ ജീവിതത്തിലെ സാധാരണമോ അസാധാരണമോ ആയിക്കോട്ടെ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ആ കഥാപാത്രങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ അത്രമേൽ അതുല്യനായ കലാകാരനാകുന്നത്. എത്രമേൽ മലയാളത്തെ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമാസ്വാദകരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എത്രയോ കഥാപാത്രങ്ങൾ, സലീം കുമാർ കഥാപാത്രങ്ങളുടെ ഡയലോഗുകളെ നമ്മൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഭാഷ അങ്ങനെയാണ് നിലനിൽക്കുകയും തുടരുകയും ചെയ്യുന്നത്. നമ്മെ പോലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു സിനിമാ കഥാപാത്രത്തിന്റെ ഡയലോഗുകൾ ഏറ്റവും സാധാരണമാം വിധം നമ്മൾ ആശയവിനിമയത്തിന് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ അതുല്യമായ മികവ് പ്രതിഭാവിലാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത്രമേൽ പ്രതിഭാവിലാസം ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാധാരണമായി ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം പറഞ്ഞ ഡയലോഗുകൾ അതേ ടോണിൽ, അതേ ശൈലിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതൊന്നുമില്ലാത്ത എത്രയോ
ഡയലോഗുകൾ, എത്രയോ സന്ദർഭങ്ങൾ, എത്രയോ അഭിനയ ശൈലികൾ, എത്രയോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം നിന്ന് പേർത്തും നമ്മളുടെ ആശയങ്ങളെ മറ്റുള്ള മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിധം ശരി, നമ്മൾ സജോ ദേവസിയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. സലീം കുമാറിന്റെ സംഭാവനകളെ ഓർക്കുന്നത്, അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയുടെയും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളുമൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സലീം കുമാർ എന്നാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും സ്നേഹം മലയാളി കൊടുത്തിട്ടുള്ള ഒരു നടനാണ്. ചിരിപ്പിച്ചുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തിയ അതൊരു അതുല്യ പ്രതിഭയാണ് നമ്മളെ വിട പറയുന്നത്. മിമിക്രിയിലൂടെ കലാരംഗത്ത് സജീവമായ സലീം കുമാർ പിന്നീട് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.